ஆற்றில்லாவழியாதும் இறைவனே போற்றுமன் போற்றி போற்றுமன் போற்றி புகழ்மின் புகழ்ந்தெழு மேத்திசைக்கும் கிழக்கும் திசையேற்றோடும் மாற்றுவன തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 4-ാം തന്ത്രത്തിലെ ഭുവനാധിപതി ചക്രത്തിലെ അടുത്ത പാടലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അടുത്ത പാടൽ നോക്കൂ. ആ പരാശക്തി അമ്മ ശിവനോട് ഉടലായി നിൽക്കും. ആ പരാവിദ്യ ഏതൻ മുക്തിയും സിദ്ധിയും കേൾ. ഏകമാം അരുള് മാത്രം ശിവഗുരുവായി തോന്നും. ഏകമാം അരുളെ പാർത്താൽ പരമശിവയോഗമെട്ടും. 8 പരമശിവയോഗങ്ങളും, അതായത് അഷ്ടസിദ്ധികളും ലഭിക്കും. അണിമ ഗരിമ തുടങ്ങിയ 8 സിദ്ധികളും ഈ ഒരൊറ്റ ഉപാസന കൊണ്ട് തന്നെ, ശ്രീവിദ്യോപാസന കൊണ്ട് തന്നെ സാധകന് ലഭിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അഷ്ടസിദ്ധികൾ, 8 സിദ്ധികൾ, അണിമ ഗരിമ തുടങ്ങിയ 8 സിദ്ധികളും ഈ ശ്രീവിദ്യാ സാധകന് ലഭിക്കുന്നു. പിന്നെയോ അരുള് മാത്രം. എവിടെയും ആ സാധകന് ലഭിക്കുന്നത് അരുളാണ്, ഗുരുവരുളാണ്, ഈശ്വര കൃപയാണ് എവിടെയും ഈ സാധകന് ലഭിക്കുന്നത്. അതായത് ഒരു ശ്രീവിദ്യാ സാധകൻ തൊടുന്നതെല്ലാം പൊന്നായിരിക്കും. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? കാരണം കൃപ, ഈശ്വരൻ്റെ കൃപ, ദേവിയുടെ കൃപ അയാളുടെ എല്ലാ പ്രവർത്തികളിലും നമുക്ക് കാണാൻ കഴിയും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു ശ്രീവിദ്യോപാസകൻ ഏതൊരു പ്രവൃത്തിയാണോ ചെയ്യുന്നത്, ഏതൊരു വാക്കാണോ ഉച്ചരിക്കുന്നത്, അതിലെല്ലാം തന്നെ ദേവിയുടെ മഹാകൃപയും മഹാ അരുളും നിറഞ്ഞിരിക്കും. അതുകൊണ്ട് അയാൾ തൊടുന്നതെല്ലാം തന്നെ ഈശ്വരീയമായ അനുഭൂതികളെ ഉണ്ടാക്കുന്നതായിരിക്കും. ഒരു ശ്രീവിദ്യാസാധകൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ വാക്കിൽ ദേവി കുടികൊള്ളുന്നു. അതുകൊണ്ട് ആ വാക്ക് സത്യമായിത്തീരുന്നു. ഇതാണ് ഒരു ശ്രീവിദ്യാ സാധകന് കിട്ടുന്ന അത്ഭുതകരമായ സവിശേഷതകൾ. ആ സാധകൻ ഏതൊരു പ്രവൃത്തി ചെയ്താലും അതൊക്കെ ഏത് പ്രവൃത്തിയാണ്? ദേവിയുടെ പ്രവൃത്തിയായി മാറുന്നു, ഈശ്വരൻ്റെ പ്രവൃത്തിയായി മാറുന്നു. അതുകൊണ്ട് ഒരു ശ്രീവിദ്യാ സാധകൻ എപ്പോഴും എന്ത് ചെയ്യുന്നുവോ, എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ അതിനെ മറ്റുള്ളവരും അനുകരിക്കുകയാണ് ഏറ്റവും നല്ലത്. അയാൾ ആരായി മാറുന്നു? ശിവഗുരുവായി മാറും. ഈ ശ്രീവിദ്യാ സാധകൻ സാക്ഷാൽ ശിവയോഗിയായി, ശിവഗുരുവായി മാറുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു ശ്രീവിദ്യാ സാധകൻ സാക്ഷാൽ ശിവഗുരുവാണ്. ശിവനെ എപ്രകാരം, ശിവശക്തിയെ എപ്രകാരമാണോ ആരാധിക്കുന്നത്, അതേപോലെ നാം ഒരു ശ്രീവിദ്യോപാസകനെയും ആരാധിക്കണം. കാരണം ശ്രീവിദ്യോപാസകൻ ശിവഗുരു അത്രേ. ഏകമാം അരുളേ പാർത്താൽ പരമശിവയോഗമെട്ടും. പരമശിവയോഗമായ ഈ 8 സിദ്ധികളും അങ്ങനെ ശ്രീവിദ്യാ സാധകന് ലഭിക്കുന്നുണ്ട്. വളരെ വലിയൊരു കാര്യമാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. ഉപാസനയൊന്നും കൂടാതെ തന്നെ ശ്രീവിദ്യോപാസന കൊണ്ട് മാത്രം ഒരാൾക്ക് എന്തൊക്കെ ലഭിക്കുന്നു? മനവിശുദ്ധി, ഇമ്പം, മുക്തി, അഷ്ടസിദ്ധികൾ, ഇതെല്ലാം ലഭിച്ച് അയാൾ ശിവയോഗി, ശിവഗുരു എന്ന പേരിൽ ബഹുമാനിക്കപ്പെടുന്നു.